രാജേഷേ, നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ ഏത് പ്രായത്തൊട്ട് ജിമ്മി വിടുന്നതായിരിക്കും നല്ലത്? എന്റെ മോന് ഇപ്പൊ 10 വയസ്സാകുന്നു. അവനെ ഇപ്പൊ ജിമ്മി വിടാൻ സമയമായോ? കുഞ്ഞുങ്ങളെ അങ്ങനെ ജിമ്മിൽ വിടാനായിട്ടൊന്ന് പറയുകയാണെങ്കിൽ അവരൊരു വെയിറ്റ് ട്രെയിൻ ചെയ്യാനുള്ള ഒരു നല്ല ഏജ് എന്ന് പറയുന്നത് 6 to 7 years തൊട്ട് നമുക്ക് അവരെ ജിമ്മിലോട്ട് അയക്കാന്നുള്ളതേ ഉള്ളൂ. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ജിമ്മിൽ വിടുന്നു ഈ 7-8 വയസ്സില് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ശാരീരികമായിട്ട്? ഈ പൊക്കം, ഹൈറ്റ് കുറയുക, അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഒരാളുടെ അടുത്ത് 1-2 പേരുടെ അടുത്ത് ഞാൻ ഇതിനെപ്പറ്റി ഡൗട്ട് അടിച്ചു. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഹൈറ്റ് കുറയാൻ സാധ്യതയുണ്ട്, മസിൽസ് ഒക്കെ. അങ്ങനെ ഹൈറ്റ് കുറയുക, മസിൽ കുറച്ചു പോവുക, ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഇതൊക്കെ ഓരോ ജിമ്മിത്തുകളെന്ന് പറയാം. അങ്ങനെയൊന്നും ഒരിക്കലും കുഞ്ഞുങ്ങൾ ജിമ്മിൽ പോയാൽ വെയിറ്റ് കുറയത്തില്ല, ഹൈറ്റ് കുറയത്തില്ല. ഹൈറ്റ് കുറയത്തില്ല എന്ന് മാത്രമല്ല, ഹൈറ്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ആ ഒരു കുഞ്ഞു പ്രായത്തിൽ അവരുടെ ഗ്രോത്ത് ഹോർമോണൊക്കെ നല്ല രീതിയിൽ റിലീസ് ചെയ്യും. അവരിപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിലീസ് ചെയ്യും. അവരുടെ ഗ്രോത്ത് പ്ലേറ്റ്സിന് അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നോർമലി അവരുടെ ഹൈറ്റ് കൂടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. നിനക്കറിയാലേ, എനിക്ക് ഹൈറ്റ് പൊതുവെ കുറവാണ്. അപ്പൊ എന്റെ കുഞ്ഞ് മോന് ഹൈറ്റ് കുറഞ്ഞു പോയാൽ ബുദ്ധിമുട്ട്. അത് ആ ഡൗട്ട് കാരണമാണ് ഞാൻ പിന്നെ വിടാൻ പഠിച്ചത്. എടാ, ഹൈറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ജനിതകമാണ്, നമ്മുടെ ഹെറിഡിറ്ററിയാണ്. പക്ഷെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഹോർമോൺ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നോർമലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നേക്കാളും കുറച്ചും കൂടി അവൻ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിലൊരു വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതും എപ്പോഴും നമ്മൾ ജിമ്മിലൂടെ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളെ നമ്മൾ ജിമ്മിലോട്ട് വിടുമ്പോൾ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്ത ഒരു ട്രെയിനറുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജിമ്മിൽ ഒരിക്കലും വിടരുത്. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജിമ്മിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രെയിനറുടെ പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് തന്നെ കുഞ്ഞുങ്ങളെ വിടാനായിട്ട് നോക്കുക. കാര്യം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് ഹൈറ്റ് കൂടാൻ നല്ലതാണെന്ന്. പക്ഷെ എന്തെങ്കിലും ഇഞ്ചുറീസ് അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് അവരെ ഗ്രോത്ത് പ്ലേറ്റിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ഹൈറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജിമ്മിൽ വിടുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നല്ല ഏതെങ്കിലും ഒരു ട്രെയിനറുടെ കീഴിൽ ഒരു പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് വിട്ടാൽ അത്രയും നല്ലത്. ആ രീതിയിൽ കുഞ്ഞുങ്ങളെ വിട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നാലും കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. നിനക്കറിയാം, ഇപ്പൊ പുറത്തൊക്കെ ഉള്ള 9 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ പവർ ലിഫ്റ്റിങ്ങിനൊക്കെ പോകുന്ന കുട്ടികളുടെ ഹൈറ്റ് കണ്ടാ അറിയാലോ. അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ കുഞ്ഞിനെ എന്തായാലും ജിമ്മിലിടാം. എന്റെ മോനിപ്പോ 9 വയസ്സായി, അവൻ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നുണ്ട്. നീ ഇപ്പൊ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? പേഴ്സണലായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്റെ കുഞ്ഞിന് തന്നെയാണ് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നത്. അല്ലാതെ വേറെ കുഞ്ഞുങ്ങൾ ഇപ്പൊ ആർക്കും, കാര്യം ഈ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്, ഫാമിലിയുള്ള എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കുഞ്ഞുങ്ങൾ വരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ ജിമ്മിലോട്ട് വിടണം. അവരെ പഠിത്തം കഴിഞ്ഞവർക്ക് സമയം എപ്പോഴെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവരെ പഠിത്തം തിരക്കറിയാം. പക്ഷെ ഉണ്ടെങ്കിൽ അവരെ ജിമ്മിലോട്ട് വിടുക. കാര്യം അവരുടെ ഹൈറ്റ് കൂടാനായിട്ടായിരുന്നാലും അവരുടെ പോസ്റ്റർ ക്ലിയർ ചെയ്യാനായിട്ടായിരുന്നു. പിന്നെ അവർ മറ്റ് ബാഡ് ഹാബിറ്റ്സിലോട്ടൊന്നും പോകുന്നില്ല. കൊച്ചിലെ തന്നെ അവർ ഹെൽത്ത് കോൺഷ്യസ് ആയാലേ അത് ഭയങ്കര നല്ലതാണ്. അല്ലെ, ഒരു ട്രെയിനർ എന്ന രീതിയിൽ നിന്നെ എനിക്ക് വിശ്വാസമാണ്. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് തന്നെ വിട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെന്താ, ധൈര്യമായിട്ട് ഞാനിപ്പോ സ്ഥലത്തുണ്ടാവില്ല. അപ്പൊ നീ എന്നെ മാക്സിമം ഉറപ്പായിട്ടും നീ ധൈര്യമായിട്ട് കുഞ്ഞിനത്ര നമുക്ക് ക്ലിയർ ചെയ്തേ. ഓക്കെ.